നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ നടത്തിയ 75 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗം, അതിലെ ഓരോ ഭാഗങ്ങളും രാജ്യത്തെ യുവതലമുറ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആതങ്കവാദികൾ, അതായത് ടെററിസ്റ്റുകളെ കൃത്യമായി ഉപയോഗിക്കുന്ന ഹിന്ദി പദമാണ്. ഈ രാജ്യത്ത് യുവാക്കളിൽ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പിസം, ഒരു റാഡിക്കൽ ഫോം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന പദപ്രയോഗം അത് നരേന്ദ്രമോദി ഉപയോഗിച്ചത് വീണ്ടും വലിയ തിരിച്ചടിയായി മാറുകയാണ്. നമുക്കറിയാം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് രാജ്യത്തെ തൊഴിൽ ലഭിക്കാത്ത അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരെ പാറ്റകളെന്നും അവർ ക്ഷുദ്രജീവികളാണെന്നും ഒക്കെ അഭിസംബോധന ചെയ്തതിന് ശേഷം പിന്നീട് അത് മാറ്റി പറഞ്ഞ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വലിയ ഒരു മാസ് അജിറ്റേഷനായി മാറി. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ CJP ഇനി പോകാനുള്ള ചാൻസ് ഉണ്ട്. വാസ്തവത്തിൽ ജന്തർ മന്ദറിലെ ആ പ്രക്ഷോഭം, അതിൻ്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും പല സംസ്ഥാനങ്ങളിലായി വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഭിജിത് ദീപ്കെ. അതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യ ദിന സന്ദേശം വീണ്ടും പല യുവാക്കളിലും ദേഷ്യം പിടിപ്പിക്കത്തക്ക രീതിയിൽ തെറ്റായ സന്ദേശം അദ്ദേഹം രാജ്യത്തിന് നൽകിയിരിക്കുന്നു എന്ന വാദഗതിയുമായി വന്നിരിക്കുന്നു. നോക്കൂ, പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഒരിക്കൽ പോലും ഈ സീസണിൽ ഹാജരാകാത്ത പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പെട്ടെന്ന് വന്ദേമാതരം ആലപിക്കുന്ന ദിവസം മാത്രം വരുന്നു. വന്ദേമാതരം പാടാത്ത, അല്ലെങ്കിൽ പാടാൻ പൂർണ്ണമായും അതിൻ്റെ 6 ശകലങ്ങളും പാടാൻ വിസമ്മതിക്കുന്ന സംസ്ഥാനങ്ങൾ രാജ്യദ്രോഹം ചെയ്യുന്നവരാണെന്ന് മുദ്ര കുത്തുന്നു, ചാപ്പ കുത്തുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമായി തന്നെയാണ് പരിണമിക്കുന്നത്. കാരണം ബങ്കിം ചന്ദ്ര ചാറ്റർജി നാഷണൽ ആന്തം അല്ല, നാഷണൽ സോങ് ആയിട്ടാണ് വന്ദേമാതരത്തിനെ പറയുന്നത്. ഈ വന്ദേമാതരം തെറ്റായി പാടുന്ന പല സംസ്ഥാനങ്ങളുമുണ്ട്. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും വന്ദേമാതരം തെറ്റായി ആലപിച്ചതുമായി ബന്ധപ്പെട്ട വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പുതുതായി വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CJP പല ഗ്രൂപ്പുകളായി പോകുന്നു എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മിയെ ഒരു പാർട്ടിയാക്കുന്നതിന് പകരം ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആക്കി മാറ്റിയിരുന്നെങ്കിൽ അതിനെ തീർച്ചയായും അന്നാ ഹസാരെ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും പിന്തുണച്ചനെ. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിലേക്ക് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെ പാർട്ടിയാക്കുമ്പോൾ, ഉദാഹരണത്തിന് RSS എന്ന പൊളിറ്റിക്കൽ മൂവ്മെൻ്റാണ്, ശരിക്കും അത് രാഷ്ട്രീയ മൂവ്മെൻറ്റ് തന്നെയാണ്. പക്ഷെ അതിനെ ഒരു പാർട്ടിപരമായിട്ടല്ല മാറ്റുന്നത്. ശിവസേനക്കാർ RSSകാരായി ഉണ്ട്, BJPക്കാരുണ്ട്. ഇനി BJPയിൽ പ്രവർത്തിക്കാത്ത എത്രയോ ആളുകൾ ആജീവനാന്തം RSSകാരായി ജീവിച്ച് മരിച്ചവരുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായി നോക്കുമ്പോൾ ഒരു ആശയം, അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. എക്സ്ട്രീം റൈറ്റ് വിങ് ആകാം, എക്സ്ട്രീം ലെഫ്റ്റ് വിങ് ആകാം. പക്ഷേ ആ ആശയം എന്ന രീതിയിൽ CJP ഒരു വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം പുതിയ ഇക്വേഷനുകൾ രൂപപ്പെട്ടിരിക്കുന്നു.